ഹലോ ഹായ് ഡോക്ടർ ലിഷാനയാണ്. ഞാൻ മുമ്പ് ഒരു വുമൻസ് ഹെൽത്തിൽ ഒരു ഹൗ ടു ബി മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് എന്നുള്ളൊരു ടോപ്പിക്ക് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെൻ്റലി സ്ട്രോങ് എങ്ങനെ ആവാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും കുറച്ചൊക്കെ ഒരു ബ്രോഡ് മൈൻഡഡ് ആളായിരിക്കണം. അതായത് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. നമ്മുടെ മനസ്സിനെ അങ്ങ് നാരോ മൈൻഡഡ് ആക്കരുത്. അപ്പം നമ്മൾ ഭയങ്കര ചെറുതായിപ്പോവും. നമ്മളെപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതായിരിക്കണം നമ്മുടെ എയിം, അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. സോ നമുക്ക് എങ്ങനെ ഒന്ന് മെൻ്റലി സ്ട്രോങ് ആവാം, മെൻ്റലി എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഒന്ന്, സ്പീക്ക് യുവർ ഫീലിങ്സ്. നമ്മുടെ ഉള്ളിലുള്ളത് തുറന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയണം. പലരും പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു 3 അക്ഷരം ഒരു മനുഷ്യനെ ഭയങ്കരമായ രീതിയിൽ സ്വയമായിട്ട് അയാളെ കൊല്ലുന്ന ഒരു കാര്യമാണ് ഈഗോ, അല്ലെങ്കിൽ ഒരു ഞാനെന്ന ഭാവം. അതുകൊണ്ട് തന്നെ പലരും അവർക്ക് തന്നെ അറിയാം അവർ കാരണം മറ്റുള്ളവർ ഹേർട്ടായി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഞാൻ കാരണം തകരുമായിരിക്കും, അല്ലെങ്കിൽ ഞാനൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൊക്കെ എന്ന് പലർക്കും അറിയാമെങ്കിലും നമ്മുടെ ഈഗോ കാരണം നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാറില്ല. എത്രയോ റിലേഷൻഷിപ്പ് അങ്ങനെ ബ്രേക്കായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് അത് എഫക്റ്റീവായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴി അത് പറയേണ്ട ആൾക്കാരോട് നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിലേഷൻ നിങ്ങൾക്ക് നല്ലപോലെ കീപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒത്തിരി മനസ്സമാധാനം കിട്ടും. ഒരു പക്ഷേ അയാളത് അംഗീകരിച്ചോ അംഗീകരിക്കാതിരിക്കോ അത് അപ് ടു ദം. നമുക്കത് ഇതല്ല. നമുക്ക് വാട്ട് മാറ്റേഴ്സ് ഈസ് അവർ പീസ് ഓഫ് മൈൻഡ്. നമ്മുടെ ഒരു മെൻ്റൽ ഹാപ്പിനെസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനിയുള്ളതാണ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക. നമ്മളെ ബാധിക്കാത്ത ഒരു കാര്യത്തിനും നമ്മൾ ആവശ്യമില്ലാതെ ചെന്ന് തലയിടാനോ ഇൻവോൾവ് ആവാനോ പോവാതിരിക്കുക. കാരണമെന്ന് വെച്ചാൽ അതും നമ്മുടെ ഒരു മനസ്സമാധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെയുള്ളത് കുറേ അനാവശ്യ ചിന്തകളാണ് ഇതിൽ കൂടി വരുന്നത്. അവരെന്നെ വിളിച്ചില്ല, അവരെന്നോട് പറഞ്ഞില്ല, അവരെന്നോട് സംസാരിച്ചില്ല, എന്നെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുന്നില്ല, എനിക്ക് മെസ്സേജസിന് റിപ്ലൈ തരുന്നില്ല. നമുക്കറിയാം അവർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണെന്നുള്ളത്. ലെറ്റ് ദം, നോ പ്രോബ്ലം. അത് അവരുടെ ഫ്രീഡമാണ്. ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഫ്രീഡം ഉണ്ട്. ആരെ ഇൻവോൾവ് ചെയ്യിക്കണം, ആർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം, ആരുടെയൊക്കെ സംസാരിക്കണം, ആരോടൊക്കെ ഇൻവൈറ്റ് ചെയ്യണം, അതൊക്കെ തീരുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അവരുടെ ആ ഫ്രീഡത്തിലോട്ട് നമ്മൾ ചെന്ന് കയറിയിട്ട് അതിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം നമുക്കില്ല. സോ എല്ലാ കാര്യത്തിലും നമ്മളെ ഫോക്കസ് ചെയ്യുക. നമ്മളെ സെൽഫ് ഡെവലപ്മെൻറ്റും നമ്മുടെ ഡ്രീംസിനെയും നമ്മൾ ചേസ് ചെയ്യണം. അതല്ലാതെ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിലോ തെറ്റ് നോക്കാനോ അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പോയിട്ട് അനാവശ്യമായിട്ട് ഡിഗ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോറീസ് എടുക്കാനോ അതിൻ്റെ ഒന്നും നമ്മൾ പോകാൻ നിൽക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുക. ഇനിയുള്ളതാണ് ലേൺ ന്യൂ സ്കിൽസ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ മുന്നിൽ അത് ഏതർ നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമായിരിക്കാം. നമ്മളെക്കാട്ടി മികവുള്ള കഴിവുള്ള ആരെയും നമുക്ക് കിട്ടിയാൽ അവരുമായിട്ടൊരു യുദ്ധത്തിന് നിൽക്കാതെ അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കി നമ്മളെയും അതേപോലെ ഡെവലപ്പ് ആക്കാൻ ശ്രമിക്കുക. അതല്ലാതെ കാണുന്നവരൊക്കെ നമ്മളൊരു കോമ്പറ്റീറ്റർ ആയിട്ട് നോക്കിയിട്ട് നമ്മളൊരു കോമ്പറ്റീഷൻ ഇറങ്ങിയാൽ നമ്മൾ അവിടെ തകരുകയാണ്, നമ്മുടെ മനസ്സമാധാനം അവിടെ പോവുകയാണ്. സോ നമ്മളെക്കാട്ടി മെച്ചമുള്ള ആൾക്കാർ കാണുവാണെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയാണ് വേണ്ടത്. അതേപോലെ ജീവിതത്തിൽ ഓരോ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ തയ്യൽ പഠിക്കാം, മ്യൂസിക് പഠിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം, കമ്പ്യൂട്ടർ പഠിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുക. നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ, നമുക്ക് ഹേർട്ട് ചെയ്യുന്ന പോലെ അവർക്കും ഹേർട്ട് ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഫോർഗീവ് ആൻഡ് ഫൊർഗെറ്റ് ആൻഡ് ഹീൽ യുവർ സെൽഫ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ആവരുത്, അത് നമുക്ക് വേണ്ടിയാണ്. നമ്മളോട് പലരും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഓർത്തിരുന്ന് നമ്മുടെ മനസ്സിനെ ഡെയിലി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുകയും നമുക്ക് കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അതത്ര നല്ല സുഖമുള്ളൊരു കാര്യമൊന്നുമല്ല. അത് നമ്മളെ തന്നെ കൊല്ലുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമില്ലാതെ സ്ട്രെസ് ലെവൽ കൂട്ടി നമ്മൾ തന്നെ ഒരു ഒരു കുളമായ അവസ്ഥയിൽ അല്ലെങ്കിൽ പാനിക്കായിട്ടുള്ളൊരവസ്ഥയിൽ നമ്മളാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പാമ്പ് കടി ഏറ്റാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ പോയും എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നമ്മൾ സെൽഫ് റിക്കവർ ആവുകയും ഹീൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ആ പാമ്പ് കടി ഏറ്റ് പാമ്പിൻ്റെ പിന്നാലെ പോയിട്ട് എന്താ പാമ്പേ നീ എന്നെ കൊത്തിയത്, ഞാൻ നിൻ്റെ അടുത്ത് വല്ല ദ്രോഹവും ചെയ്തോ എന്ന് ചോദിക്കാൻ പോകുന്നതാണോ നല്ലത്? നമുക്കതിൽ നിന്നൊരു റിക്കവറി, ആ പോയിസൺ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ റിക്കവർ ആവുന്നതാണോ നല്ലത്? സോ അതുപോലെ ആയിരിക്കണം നമ്മുടെ ലൈഫും. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഏറ്റാൽ അതിനെ മറക്കുകയും സ്വന്തം ജീവിതത്തിൽ ഫോക്കസ് ആവുകയും അതിൽ നിന്നും ഉള്ള എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നഷ്ടങ്ങളുടെ പിന്നാലെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ വിഷമങ്ങളുടെ ഹേർട്ടിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പിന്നാലെ പോയിട്ട് പ്രതികാരമോ ഭയകയോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. കല്ലി എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. ഓക്കെ, സോ ടോപ്പിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ
വീണ്ടും നല്ലൊരു ടോപ്പിക് ഇട്ട് കാണാം. അതുവരേക്കും വണക്കം. ഇത് മിലോയാ കേട്ടോ, മിലോ.